നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 58. നവനവമിന്നലെ ഇന്നു നാളെ മറ്റേ ദിവസം, ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെന്നി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ല അറിഞ്ഞിടേണം. ഒരു കുട്ടിയോട് കഥ പറയുന്നു എന്നിരിക്കട്ടെ. ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു എന്നു തുടങ്ങി പലതും പറഞ്ഞിട്ട് അവസാനം രാജാവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിച്ചാൽ കുട്ടി ചോദിക്കും, എന്നിട്ട്? കുട്ടിയുടെ മനസ്സിൽ ഓരോന്ന് കേൾക്കുമ്പോഴും അത് കഴിഞ്ഞ് പിന്നെന്തുണ്ടായി എന്നുള്ള ചോദ്യം പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു. കടലിൽ ഒരു തിര ഉയർന്നു വന്ന് പൂർണ്ണരൂപം പ്രാപിച്ച് അടങ്ങുന്നത് പോലെയാണ് മനസ്സിൽ രസാത്മകമായ ഒരാശയം ഉയർന്നു വന്ന് മുഴുവൻ ബോധത്തെയും അതിൻ്റെ ആകർഷണ വലയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത്. ഒരു തിര അടങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത തിര തല ഉയർത്തി വരുന്നത് പോലെ ഒരു താല്പര്യം കെട്ടടങ്ങുമ്പോൾ അത്ര തന്നെ ശക്തമായ മറ്റൊരു താല്പര്യത്തിനായി മനസ്സു ദാഹിക്കുന്നു. അത് സാധ്യമല്ലാതെ വന്നാൽ മനസ്സ് ഇച്ഛാഭംഗപ്പെടുകയുണ്ടായി. കഥ കേൾക്കാനിരിക്കുന്ന കുട്ടിയെപ്പോലെ മനസ്സ് പിന്നെയും പിന്നെയും ഇനി എന്തെന്ന് ചോദിച്ചുകൊണ്ട് തന്നെയിരിക്കും. നാഴിക മണി നോക്കി ഔദ്യോഗികമായ സമയം നാം എണ്ണിപ്പോരാറുണ്ടെങ്കിലും മാനസികമായ കാലബോധമുണ്ടാകുന്നത് അനുഭവവിദിതമായി വരുന്ന ഒരു താല്പര്യത്തിൽ നിന്നും വിരമിച്ച് വേറൊന്നിലേക്ക് പോകുന്നതനുസരിച്ചാണ്. ഓരോ താല്പര്യവും അനുഭവമായി വരുമ്പോൾ അതിൽ ചെറുതോ വലുതോ ആയ ഒരു പ്രിയത്തിൻ്റെ സാക്ഷാത്കാരമോ നിഷേധമോ സംഭവിക്കുന്നു. ഒരു പ്രിയത്തിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുമ്പോൾ അറിവിൽ പ്രിയതയുടെ അസ്ഥിത അപ്രകാരം ഒരിക്കലുണ്ടായി മറഞ്ഞതിനു ശേഷം വീണ്ടും പ്രിയതയുടെ അസ്ഥിത പ്രമേയമായി വരുന്നതിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന അന്തരാളമാണ് കാലത്തിൻ്റെ ഓർമ്മ മനസ്സിലുണ്ടാക്കുന്നത്. ഈ നിമിഷത്തിൽ ബോധത്തെ ആനന്ദം കൊണ്ട് പ്രകാശവത്താക്കാൻ കഴിയാതെ വരുമ്പോൾ അത് ഇന്നലെ നടന്ന കാര്യത്തിൻ്റെ രസാനുഭൂതിയിലേക്ക് തിരിയും. ചിലപ്പോൾ സുഖദുഃഖങ്ങളുടെ ഓർമ്മകളെ താരതമ്യപ്പെടുത്തി നോക്കും. അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന രസാസ്വാദ്യത കാൽപ്പനികമായി വിഭാവനം ചെയ്തു നോക്കും. രസമെന്നു പറയുന്നത് എപ്പോഴും സന്തോഷകരമായിരിക്കണമെന്നില്ല. ശൃംഗാരവും കരുണയും ദയവും ശാന്തിയും വീര്യവും രൗദ്രവും ഹാസ്യവുമെല്ലാം അതിൽപ്പെടുന്നു. അതുപോലെ അനേകം ഉപരസങ്ങളുണ്ട്. ഈ രസങ്ങളെല്ലാം ഒന്നുകിൽ ആനന്ദത്തെ സാന്നിധ്യസത്തയുള്ളതായി കാണുന്നവയാണ്, അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ അസാന്നിധ്യമുണ്ടാക്കുന്ന ശൂന്യതയെ അഭിമുഖീകരിക്കുന്നവയാണ്. ആത്മാവ്, ബ്രഹ്മം എന്നെല്ലാം പറയുന്നതും ആനന്ദത്തെ ഉദ്ദേശിച്ചാണ്. യഥാത്മവിദ്യാ സങ്കോച തഥാ വിദ്യാ ഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം
വിഭാതീഹ പിശാചവത് എന്ന് ഗുരുവിൻ്റെ ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രസക്തമായി വരുന്നു. ആനന്ദത്തിൻ്റെ മറവിയെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയി എന്ന ചിന്തയും വരാൻ പോകുന്നതേയുള്ളൂ എന്നുള്ള പ്രതീക്ഷയും ആനന്ദത്തിൻ്റെ അഭാവം അറിവിലുണ്ടാക്കുന്ന വിള്ളലുകളെ കാണിക്കുന്നതാണ്. സൂര്യൻ എവിടെയും പോകുന്നില്ല, എന്നാലും ഇതാ ഉദിക്കുന്നു. ഉച്ചയായി, അസ്തമിച്ചു, ഇനി സൂര്യൻ മടങ്ങി വന്നാലേ നാളെയാവൂ എന്നെല്ലാം നാം അറിയുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം സാപേക്ഷ സത്യങ്ങൾ മാത്രമാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. നിരപേക്ഷമായ അറിവിൽ ഒന്നുമില്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്.